രണ്ടാമത്തെ ഒരു ചോദ്യം, ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായ ഷിർക്കിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വിഗ്രഹാരാധന പോലുള്ള പാരമ്പര്യ രീതികളാണ് നാം ഓർക്കാറുള്ളത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നാം പോലും അറിയാതെ ഷിർക്കിന്റെ അംശങ്ങൾ കടന്നു വരുന്ന നവീന ശൈലികൾ ഏതെല്ലാമാണ്? ഭൗതികവാദത്തോടുള്ള അമിത താല്പര്യം, രാഷ്ട്രീയ നേതാക്കളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ അന്ധമായി ആരാധിക്കുന്നത്, സെലിബ്രിറ്റികളോടുള്ള ആരാധന, കൂടാതെ ഭാഗ്യചിഹ്നങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ട്രെൻഡുകൾ എന്നിവയിലൂടെയൊക്കെ ഷിർക്ക് സംഭവിക്കുന്നുണ്ടോ? പുതിയ കാലത്തെ ഈ വിപത്തുകളിൽ നിന്ന് വിശ്വാസത്തെ അഥവാ ഈമാനിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് വിശദീകരിക്കാമോ? അപ്പൊ ഷിർക്കിനെ കുറിച്ചുള്ള വിപുലമായൊരു ചോദ്യമാണത്. ഷിർക്ക് വളരെ അപകടകരമായ കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നതൊക്കെ പ്രവാചകന്മാരെല്ലാവരും തൗഹീദ് സ്ഥാപിക്കാനും ഷിർക്കിനെതിരെ പൊരുതാനും വേണ്ടി വന്നവരായിരുന്നു. അപ്പോൾ ഓരോ പ്രവാചകന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഓരോ പ്രവാചകനും പൊരുതിയത് മൊത്തത്തിൽ തൗഹീദിനെ സ്ഥാപിക്കാനും ഷിർക്കിന്റെ രീതികളിൽ ആ സമൂഹത്തിൽ ഏത് രീതിയാണോ നിലനിൽക്കുന്നത് ആ ഷിർക്കൻ രീതിയെ ഇല്ലായ്മ ചെയ്യാനുമാണ് ഓരോ പ്രവാചകനും പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഷിർക്കിന്റെ രീതികൾ മാറി മാറി വരും. അപ്പൊ ഷിർക്കിന്റെ നവീന രീതികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നതാണ് അതിന്റെ പരിമിതി. ഷിർക്കിനെ മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ തൗഹീദിനെ ശരിയായി മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ മാർഗം. ആ തൗഹീദിനെ ശരിയായി മനസ്സിലാക്കുകയും ആ തൗഹീദ് കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക, അത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പൊ തൗഹീദ് എന്ന ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല എന്നതാണ് അതിൻ്റെ ആശയം. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ഒന്നാക്കുക, ഏകനാക്കുക, അല്ലെങ്കിൽ ഒറ്റക്കാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനെ തന്നെയാണ് ശരിക്കും ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ശരിക്കും തൗഹീദിന്റെ പര്യായ പദമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാനെ തനിച്ചാക്കുക. അപ്പൊ ഒരു കാര്യത്തിൽ ഒരു അമലിൽ ഇഖ്ലാസ് വേണം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? ഒരു അമല് ചെയ്യുമ്പോൾ ആ അമല് അള്ളാഹ്ക്ക് തനിച്ചാക്കി ചെയ്യണം. അതിലെന്ത് ചെയ്യാൻ പാടില്ല, വേറെ ഒരാൾ അതിൻ്റെ ഉദ്ദേശത്തിൽ കടന്നു വരാൻ പാടില്ല. അതോടുകൂടി ഇഖ്ലാസ് പോയി. ഇഖ്ലാസ് പോയാൽ എന്ത് സംഭവിക്കും? അതിൽ പങ്കാളിയായി വേറൊരാൾ കൂടി കടന്നു വന്നു. അള്ളാഹ്ക്ക് അതിഷ്ടല്ല. അള്ളാഹ്ക്ക് അതിഷ്ടല്ല. തനിക്കുള്ള ഒരു കാര്യത്തിൽ വേറെ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമേ അല്ല എന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ കാര്യമല്ല. നമുക്ക് പാർട്ട്ണർ ആവശ്യമുള്ള ഉണ്ടാകുക എപ്പോഴാണ്? നമുക്ക് ഒറ്റക്ക് കൂട്ടിയാൽ കൂടാതാകുമ്പോഴാണ് നമുക്ക് പാർട്ട്ണർ ആവശ്യം വരിക. അള്ളാഹ്ക്ക് ഒറ്റക്ക് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമല്ല. അപ്പൊ അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളത് എനിക്കങ്ങനെ പങ്കുകാരെ ചേർത്തത് വേണ്ട. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ളത്, ആരെങ്കിലും അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്തൊരു അമലുമായിട്ട് വന്നാൽ അള്ളാഹ് അയാളോട് യൗമുൽ ഖിയാമത്തിൽ പറയുന്നത്, ഇതിൽ വേറെയും പാർട്ട്ണർമാരില്ലേ, ആ പാർട്ട്ണർമാരടുത്ത് പോയി ചോദിച്ചു നോക്ക് ഇതിന് വല്ലതും കിട്ടുമോ എന്ന്. അവിടെ പോയി ചോദിച്ചു നോക്ക്, എനിക്കെന്തായാലും ഇങ്ങനത്തെ വേണ്ട, ഞാനിത് എടുക്കണില്ല, എനിക്കിത് എടുക്കേണ്ട കാര്യമല്ല, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കണില്ല, എൻ്റെ അടുത്ത് ഇതിനൊന്നുമില്ല, ബാക്കി പാർട്ട്ണർമാരത്തൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്ക് ഇതിന് വല്ലതും കിട്ടുമോ എന്നല്ല പറയുമെന്നാണ്. കാരണം അതിന് മാത്രം ഉന്നതിയിലാണ് അള്ളാഹു ഉള്ളത്. അത്രയും ഉന്നതിയിലുള്ള അള്ളാഹുവിന് സമാനമായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിലെ ഒന്നാമത്തെ മീനിങ് ലാ ഖാലിഖ ഇല്ലല്ലാ എന്നാണ്. അല്ലാഹ് അല്ലാതെ വേറെ സ്രഷ്ടാവായി ആരുമില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാഹ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ അല്ലാഹ് തീരുമാനിച്ച് അള്ളാന്റെ മാത്രം തീരുമാനപ്രകാരം അല്ലാഹ് പടച്ചുണ്ടാക്കിയതാണ് അല്ലാഹ് അല്ലാത്ത മുഴുവനും.
ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ലല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനാദിയായി. ബാക്കി വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും അള്ളാന്റെ തീരുമാനപ്രകാരം, അള്ളാന്റെ മാത്രം ഇഷ്ടപ്രകാരം അല്ല പടച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അള്ളാന്റെ വലുപ്പത്തേക്ക് വേറെ ആരും എത്തൂല. അതുകൊണ്ട് അല്ല ഏകനാണ്. ആ വലുപ്പത്തേക്ക് നിങ്ങൾ ആരും വലിച്ചയച്ചു കൊണ്ടുവരണ്ട. അല്ല ഖാലിഖായതുകൊണ്ട് അല്ല തന്നെയാണ് എല്ലാറ്റിനെയും പരിപാലിക്കുന്നത്. കാരണം ഇതിനെ മുഴുവൻ പരിപാലിക്കാൻ അല്ലാഹ്ക്കല്ലാതെ കഴിയുകയില്ല. എല്ലാറ്റിനും അന്നം നൽകുന്നതും അല്ലാഹുവാണ്. എല്ലാറ്റിനുമുള്ള വ്യവസ്ഥ നിശ്ചയിച്ചതും അല്ലാഹുവാണ്. കാരണം സൃഷ്ടിക്കുന്ന ആളാണ് എന്ത് ചെയ്യുക? സൃഷ്ടികളുടെ വ്യവസ്ഥ നിശ്ചയിക്കുക. എങ്ങനെ ആവണം, എങ്ങനെ ആയിക്കൂടാ എന്നതൊക്കെ വ്യവസ്ഥ നിശ്ചയിക്കുക അല്ലാഹുവാണ്. അപ്പൊ ആ വ്യവസ്ഥ നിശ്ചയിച്ചതും അല്ലാഹുവാണ്. ആ അധികാരം അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്. അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്. ഇതാണ് മർമ്മം. തൗഹീദിന്റെ മർമ്മം ഇതാണ്. അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ ഇലാഹ ആവുക എന്ന കാര്യത്തിൽ അല്ലാഹു ഏകനാണ്. സൃഷ്ടിച്ചത് അല്ലാഹു ഒറ്റക്കാണ്, പരിപാലിക്കുന്നത് അല്ലാഹു ഒറ്റക്കാണ്. അതുകൊണ്ട് നിയമങ്ങൾ പറയാൻ, വ്യവസ്ഥകൾ പറയാൻ അധികാരമുള്ളവനും അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അനുസരിക്കപ്പെടേണ്ടവനും അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാത്ത വേറൊരാളും അനുസരിക്കപ്പെടേണ്ടവനായി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിനെ പോലെ ഉണ്ടാവാൻ പാടില്ല. അതേസമയത്ത് അള്ളാഹ് അനുസരിക്കണം എന്ന് പറയുന്നവരെ അനുസരിക്കേണ്ടി വരുന്നത് അള്ളാഹ്ക്കുള്ള അനുസരണത്തിന്റെ ഭാഗമാണ്. റസൂലിനെ അനുസരിക്കണം നമുക്ക്. അതെന്തുകൊണ്ട് മാത്രമാണ്? റസൂലിനെ അനുസരിക്കണം എന്ന് അള്ളാഹ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. മാതാപിതാക്കളെ അനുസരിക്കണം നമുക്ക്. അതെന്തുകൊണ്ട് മാത്രമാണ്? അള്ളാഹ് അനുസരിക്കാൻ അനുവദിച്ചത് കൊണ്ടും അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ടും മാത്രമാണ്. ഈ ഒരു ബന്ധമാണ് അള്ളാഹുവിനുണ്ടാകുക. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതിന് വിരുദ്ധമായി അള്ളാഹ്ക്കുള്ള അധികാരങ്ങളിൽ ഏതിൽ നമ്മൾ അല്ലാത്ത ഒരാളെ പങ്കു ചേർത്താലും അത് ശിർക്കാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ശിർക്കിനെ അളക്കേണ്ടത്. ആ രീതിയിൽ എന്തൊക്കെ സമീപനങ്ങൾ വരുന്നുവോ അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാഇനെ അശ്ശിർക്കുൽ അസ്ഗർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചെറിയ ശിർക്കാണെന്ത്? റിയാ. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? ലോകമാന്യത എന്നൊക്കെയാണ് നമ്മൾ പറയാം. ശരിക്ക് അറബി ഭാഷയിൽ മുറാഅത്ത് റിയാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാണ്, പരസ്പരം കാണിക്കുക. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊൻ. ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക. ആ നിസ്കാരക്കാർക്ക് നാശം എന്നാണ് പറഞ്ഞത് ഖുർആൻ. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. എന്തുകൊണ്ടാ? അതിൽ ശിർക്കുള്ളത് കൊണ്ടാണ്. എന്താ ഇപ്പം മറ്റുള്ളവർ കണ്ട് നിസ്കരിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണെങ്കിൽ അല്ല കാണേണ്ടുന്ന നിസ്കാരം അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ച് തുടങ്ങിയ നിസ്കാരം എന്ത് ചെയ്യാണ്? അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി കൂടെ ആകുകയാണ്. അപ്പൊ അള്ളാഹ് നേരത്തെ പറഞ്ഞ പോലെ അത് എനിക്ക് വേണ്ട, ഞാൻ കാണാനുള്ളതുണ്ടെങ്കിൽ മതി എനിക്ക്, വേറുള്ളവരും കൂടിയും കാണാനുള്ളത് അതിൽ പങ്കുപറ്റേണ്ടുന്ന ഗതികേട് എനിക്കില്ല എന്നല്ല പറയും എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് റിയാ ശിർക്കാവുന്നത്. അപ്പൊ നമ്മൾ എന്താ റിയാ ഇപ്പോ അതിപ്പോ മനുഷ്യനിപ്പോ സഹജമായിട്ടുണ്ടാവൂലേ? അപ്പൊ അതൊക്കെ അത്ര വലിയ വിഷയാക്കണോ എന്ന് നമ്മൾ കരുതും. പക്ഷെ അതിന് ആ ഷിർക്കുൽ അസ്ഗർ എന്ന് വിശേഷിപ്പിക്കുന്നതിന് പോയിന്റ് ഇതാണ്. നമ്മുടെ ഒരു കാര്യം നിസ്കരിക്കുമ്പോൾ ഇത് അള്ള നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് ഞാൻ നിസ്കരിക്കുന്നത്, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ മറ്റുള്ളവർ കാണാനും കൂടി എന്ന് വരുന്നതോടുകൂടി അതിൽ അല്ലാത്ത ആൾ കൂടി പങ്കുചേർന്ന് വരികയാണ്. ഇങ്ങനെ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഇങ്ങനെ ഏത് കാര്യത്തിലും
അള്ളാഹു അല്ലാത്തവർ പങ്കുചേർന്ന് വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിന് ഷിർക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഭൗതികവാദത്തോടുള്ള അമിത താല്പര്യം, അത് ഷിർക്കാവുന്നത് എന്തുകൊണ്ടാണ്? അള്ള പഠിപ്പിച്ച ഒരു ജീവിത സങ്കല്പം അനുസരിച്ച് ദുനിയാവിലെ ജീവിതം അമലുകളുടെ കാലമാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ ഘട്ടമാണ്, പ്രതിഫലത്തിന്റെ കാലം പരലോകമാണ്, മനുഷ്യൻ കാലാകാലം ജീവിക്കാനുള്ളവനാണ്, ദുനിയാവ് കൊണ്ട് ജീവിതം അവസാനിക്കുകയില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോക ജീവിതമാണ്. ആ യഥാർത്ഥ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് അർഹതപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ഒരു സുഖകരമായ ജീവിതത്തിനാണോ നമ്മൾ അർഹത നേടുന്നത്? അതല്ല നമ്മൾ ശിക്ഷക്ക് ആണോ അർഹരാകുന്നത് എന്ന് തീരുമാനിക്കാനുള്ള ജീവിതം മാത്രമാണ് ദുനിയാവിലെ ജീവിതം. ഇതാണ് അള്ള പഠിപ്പിച്ചിട്ടുള്ള ജീവിത സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായ ജീവിത സങ്കല്പം ഉണ്ടാകുന്നു. പരലോകമല്ല, അതൊക്കെ വരികയാണെങ്കിൽ അപ്പോഴല്ലേ, ഇപ്പോ കിട്ടിയ ജീവിതം ഇതാണ് പ്രധാനം എന്നൊരാൾ വിചാരിക്കുന്നത് അള്ള പറഞ്ഞു തന്ന ജീവിത സങ്കല്പത്തിന് വിരുദ്ധമായ ജീവിത സങ്കല്പം സ്വീകരിക്കലാണ്. അപ്പൊ അങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഭൗതികവാദം ഷിർക്കായി മാറുന്ന അങ്ങനെയാണ്. ഭൗതികവാദം അതിന്റെ അൾട്ടിമേറ്റായി വരുമ്പോൾ ഈ കാണുന്നതേ ജീവിതമുള്ളൂ എന്ന് വിചാരിക്കലാണ്. നമ്മളത് ബാധിക്കുക എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ലോക ജീവിതത്തിന് അമിത പ്രാധാന്യം കൈവരിക, അത് അപകടമാണ്. കാരണം അത് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു ജീവിത കാഴ്ചപ്പാടിന് വിരുദ്ധമാകുന്നത് കൊണ്ടാണ് അത് ഷിർക്കായി മാറുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ അന്ധമായി ആരാധിക്കുന്നത് ഷിർക്കായി മാറുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ മേഖലയിൽ അതേപോലെ തന്നെ വിശ്വാസപരമായി സങ്കല്പങ്ങളിൽ ഒക്കെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെതായ വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്ലാം കൃത്യമായി ഒരാശയം, ഒരു വീക്ഷണം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ മനുഷ്യരായ നമ്മൾ സ്വീകരിക്കേണ്ടത്, മുസ്ലിങ്ങളായ നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് ആ വീക്ഷണത്തെയാണ്. ആ വീക്ഷണമല്ലാത്ത അതിന് വിരുദ്ധമായൊരു വീക്ഷണത്തെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എന്താണ്? ശിർക്ക് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ലോകത്ത് കടന്നു വന്നിട്ടുള്ള സാമ്പത്തിക സിദ്ധാന്തങ്ങളൊക്കെയും ഏറ്റവും പ്രധാനമായി ഊന്നുന്ന പോയിന്റ് വെൽത്തിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന ചോദ്യമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ലോകത്ത് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ വ്യത്യസ്ത മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് സമ്പത്തിന്റെ ഉടമസ്ഥൻ വ്യക്തിയാണ് എന്നതാണ് ക്യാപിറ്റലിസ്റ്റ് ആശയം എന്ന് പറയുന്നത്. സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം വ്യക്തിക്കാണ് എന്നതാണ്. അപ്പൊ ആ ആശയം ഇംപ്ലിമെന്റ് ചെയ്ത് മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ അത് വ്യക്തികളുടെ ചൂഷണത്തിലേക്ക് നയിച്ചു. അപ്പൊ അതുകൊണ്ട് വ്യക്തികൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത അവസ്ഥ വന്നപ്പോ അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ക്യാപിറ്റലിസം പ്രശ്നമാണ് എന്ന് വന്നു. അപ്പൊ അതിന് പരിഹാരമായിട്ട് സോഷ്യലിസമോ കമ്മ്യൂണിസമോ ഒക്കെ വന്നു. അപ്പോ പ്രശ്നത്തിന് പരിഹാരം കമ്മ്യൂണിസം നിശ്ചയിച്ചപ്പോൾ അല്ലെങ്കിൽ സോഷ്യലിസം നിശ്ചയിച്ചപ്പോൾ നേരത്തെ ഉള്ളതിന്റെ നേരത്തെ വിഭജനം. കാരണം മനുഷ്യന്മാർ പരിഹാരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ പറ്റുള്ളൂ മനുഷ്യന്മാർക്ക്. അത് മനുഷ്യന്മാർക്ക് ഒരു പരിമിതിയാണ്. ഒരു പ്രശ്നം കണ്ടാൽ ആ പ്രശ്നത്തിന് അഗ്രസീവായിട്ടാണ് സൊല്യൂഷൻ പറയുക. അപ്പോ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ ചൂഷണങ്ങൾ സൃഷ്ടിച്ചത് മുഴുവൻ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാണ്. അപ്പൊ എന്താ നല്ലത്? അപ്പൊ വ്യക്തിക്കിനി ഉടമസ്ഥാവകാശം വേണ്ട, ഉടമസ്ഥാവകാശം മുഴുവൻ സൊസൈറ്റിക്കായിക്കോട്ടെ, സമൂഹത്തിനാകട്ടെ, അല്ലെങ്കിൽ ഭരണകൂടത്തിനാവട്ടെ എന്ന് തീരുമാനിച്ചു. അതാണ് സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനം. അതാണ് സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം സ്റ്റേറ്റിനുള്ളതാണ് എന്നതാണ്.
ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനം എന്താണ്, ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിലൊന്നും ഇസ്ലാമിനോട് അഭിപ്രായം ചോദിക്കണ്ട. ഇസ്ലാമിന് അതിലൊന്നും അഭിപ്രായമില്ല. നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം, ആരാധനയുടെ കാര്യം, പ്രാർത്ഥനയുടെ കാര്യം, ഇതൊക്കെ ഇസ്ലാമിനോട് ചോദിച്ചോളി. അതല്ലാതെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും, അതിൻ്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയൊന്നും ഇസ്ലാമിനോട് ചോദിക്കണ്ട എന്നാണോ നിലപാട്? അല്ല. ഈ പോയിന്റിൽ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന പോയിന്റിൽ ഇസ്ലാമിന് വളരെ കൃത്യമായ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൽ നിന്നും ക്യാപിറ്റലിസ്റ്റ് വീക്ഷണത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തവുമാണ്. എന്നിരിക്കെ ഒരു മുസ്ലിമിനൊരിക്കലും സാമ്പത്തിക മേഖലയിൽ സോഷ്യലിസ്റ്റ് ആശയം സ്വീകരിക്കാൻ അനുവാദമില്ല. സാമ്പത്തിക മേഖലയിൽ ക്യാപിറ്റലിസ്റ്റ് ആശയം അംഗീകരിക്കാനും ഫോളോ ചെയ്യാനും ഒരു മുസ്ലിമിന് അനുവാദമില്ല. കാരണം എന്താ? അത് ഇസ്ലാമിക വീക്ഷണത്തിന് വിരുദ്ധമാണ്. ഇസ്ലാമിന്റെ വീക്ഷണം എന്താന്ന് ചോദിച്ചാൽ, അൽ മാലു മാലുല്ലാ, സമ്പത്തിന്റെ അൾട്ടിമേറ്റ് ഓണർ, സമ്പത്തിന്റെ ആത്യന്തികമായ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്കുള്ളതാണ്. മനുഷ്യൻ അതിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കൈകാര്യകർത്താവ് മാത്രമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ എല്ലാ സാമ്പത്തിക നിയമങ്ങളും, സമ്പത്തുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ എല്ലാ നിയമവും, അതിന്റെ അടിസ്ഥാനം തൗഹീദുമായി ബന്ധമുള്ള അൽ മാലു മാലുള്ള എന്ന ആശയത്തിനാണ്. ഇത് അംഗീകരിക്കാതിരുന്നാൽ ഒരാൾക്ക് ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവൂല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പണത്തുനിന്ന് ഞാൻ എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്, കൊല്ലം 2% എന്നാണ് അയാൾ ചിന്തിക്കുക. ആ സമയത്ത് അതാണ് അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിയ അയാൾക്ക് സിമ്പിളാണ്. സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്കാണ്, അള്ളാഹ് എൻ്റെ കയ്യിൽ തന്നതാണ്. എന്നാൽ തന്നെ പഠിച്ചവൻ 2% കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. 2% കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 97 എനിക്കെന്ത് ചെയ്യാം, വിനിയോഗിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അപ്പൊ അത് തനിക്ക് വലിയ കാര്യമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതും മറ്റൊരാശയം സ്വീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സാമ്പത്തിക രംഗത്ത് ശിർക്ക് വരും. സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരുടെ കഥ പഠിപ്പിക്കുന്നത് അതാണ്. അവിടെ അവസാനം ആ തോട്ടക്കാരൻ വിലപിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിൽ ശിർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോഴേ അയാള് വിലപിക്കുന്നത് അതാണ്. അപ്പോൾ സമ്പത്തിൽ ശിർക്ക് വരും. രാഷ്ട്രീയ ആശയങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ ശിർക്ക് വരും. രാഷ്ട്രീയ ആശയങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളെ പിന്തുടരുന്നത് മുഴുവൻ ശിർക്കൊന്നുമല്ല. ദീൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഭരണ മേഖലകളിൽ പാലിക്കേണ്ടുന്ന അടിസ്ഥാന നിയമങ്ങളുണ്ട്. ആ അടിസ്ഥാന നിയമങ്ങളിൽ ദീൻ പറഞ്ഞതിന് വിരുദ്ധമായ നിയമങ്ങൾ സ്വീകരിക്കുന്നത് ശിർക്കാണ്. അതേസമയത്ത് പലതിൻ്റെയും ഇംപ്ലിമെന്റേഷനിൽ, പ്രായോഗികവൽക്കരണങ്ങളിൽ അതത് കാലത്തെ ജനക്ഷേമ തൽപരതക്കനുസരിച്ച് സ്വീകരിക്കാവുന്ന നയങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹു മനുഷ്യർക്ക് അവരുടെ ആലോചനകൾക്ക് വിട്ടു തന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം ആലോചിക്കുകയും ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഇസ്ലാമികമായി കുറ്റകരമായ കാര്യമല്ല. അതിന് ഫോളോ ചെയ്യുന്നതും കുറ്റകരമായ കാര്യമല്ല. അപ്പൊ അതിനെപ്പറ്റി എന്ത് ചെയ്യണ്ട? ട്രാഫിക് നിയമം പാലിക്കുന്നത് ശിർക്കാണ് എന്ന അതിവാദം നടത്തേണ്ടതില്ല. അത് മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന നിയമമാണ്. അത്തരം നിയമങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ടാകേണ്ടി വരും. അപ്പോ ഞാൻ ട്രാഫിക് നിയമം പാലിക്കൂല, കാരണം ഇത് അല്ലാത്ത മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണ്, മുസ്ലിങ്ങൾ പോലും അല്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാക്കിയ നിയമമാണ്, അതുകൊണ്ട് എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല, കാരണം അത് ശിർക്കാണ്. അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ശിർക്കില്ല. അള്ളാഹു അടിസ്ഥാനപരമായി ഗണ്യതമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഭരണാധികാരികൾ തീരുമാനമെടുക്കുന്നു, രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കുന്നു, അതിൽ നമ്മൾ അന്ധമായി അവരെ പിൻപറ്റുന്നു. ഇത്തരം കാര്യങ്ങളാണ് ആ നിലക്ക് ശിർക്കായിട്ട് വരിക. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞ സെലിബ്രിറ്റികളോടുള്ള ആരാധനയാണ് വേറെ സൂചിപ്പിച്ചൊരു കാര്യം. ഫാനാവുക എന്നൊക്കെ പറയില്ല നമ്മളിപ്പോൾ.
അപ്പൊ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് മതപണ്ഡിതന്മാരടക്കം സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ സിനിമാ സ്റ്റാറുകൾ മാത്രം സെലിബ്രിറ്റികൾ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പല്ല, ഇപ്പം മത പണ്ഡിതന്മാർ, മുഫ്തിമാർ വരെ എന്താണ്, സെലിബ്രിറ്റികളാണ്. സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളാണ്. അപ്പൊ സെലിബ്രിറ്റികളോടുള്ള ആരാധന എന്നതൊരു പ്രയോഗമാണ്, അത് ആരാധനയല്ല. ബഹുമാനം, സ്നേഹം എന്നൊക്കെ മനുഷ്യ സഹജമാണ് പല കാരണങ്ങൾ കൊണ്ട്. അതൊന്നും ഇസ്ലാമിന് വിരുദ്ധമല്ല. അതേ സമയത്ത് ആ ബഹുമാനവും ആ ആദരവും ആ സ്നേഹവുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ താല്പര്യങ്ങൾക്ക് മുകളിൽ കയറി നിന്നാൽ അപ്പൊ അതിന് ഷിർക്കിന്റെ രൂപം വരും. അപ്പൊ ഒരു സെലിബ്രിറ്റി ദീൻ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, അയാളാണ് എൻ്റെ റോൾ മോഡൽ എന്ന് വന്നാൽ അത് പ്രശ്നമാണ്. അതേസമയത്ത് ദീനിന് വിരുദ്ധമാകാത്ത സ്വഭാവത്തിൽ ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടാകുന്നതോ ബഹുമാനമുണ്ടാകുന്നതോ അയാളോട് ആകർഷണമുണ്ടാകുന്നതോ ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അതിനൊന്നും അള്ളാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകാൻ പാടില്ല എന്ന് നിയമമല്ല. അള്ളാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാകാൻ പാടില്ല എന്നില്ല. അള്ളാഹുവിനോടുള്ളതുപോലുള്ള സ്നേഹം വേറെ ആരോടും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനോടുണ്ടാകുന്നത് പോലെയുള്ള ആദരവും ബഹുമാനവും മഹത്വവൽക്കരണവും മറ്റൊരാളോടും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ മാനദണ്ഡം. അങ്ങനെ അത് ആ ലെവലിൽ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, സെലിബ്രിറ്റി ഫാൻ ആവുക എന്ന് പറയുന്ന കാര്യമടക്കം അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, പിന്നെ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം ഭാഗ്യചിഹ്നങ്ങളാണ്. ഭാഗ്യചിഹ്നങ്ങൾ ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ചിഹ്നങ്ങൾ, ദിവസങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിനെ വെച്ചാണ് ജീവിതത്തിൽ കാര്യങ്ങളുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്ന വിശ്വാസമുണ്ടാകുന്നത് ഈമാൻ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അത് പ്രശ്നമാണ്. അത് നേർക്ക് നേരെ ശിർക്കിന്റെ ഒരു അവലക്ഷണമാണ്. അപ്പോ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് തീർത്തും വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, എല്ലാം അള്ളാന്റെ ഖൈറായാലും ഷർറായാലും അള്ളാന്റെ തീരുമാനപ്രകാരമാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന വിശ്വാസത്തിന് വിരുദ്ധമായി പൂച്ച വട്ടം ചാടിയത് കൊണ്ടാണ് രാവിലെ തന്നെ ഓള് കുറ്റിച്ചീലും പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്, അപ്പൊ തന്നെ ഉറപ്പിച്ചിക്കണ്. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശിർക്കൻ വർത്തമാനമാണ്, അല്ലേ? അത് ശിർക്കൻ വർത്തമാനമാണ്. അങ്ങനെ ഒരു കുറ്റിച്ചൂല് കൊണ്ടും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നില്ല. ഒരു കാടം പൂച്ചയും വട്ടം ചാടിയിട്ട് ഇവിടെ ഒരു കാര്യത്തിലും ഒരു മാറ്റവും വരുത്തുന്നില്ല. ഒരലയനക്കവും അള്ളാഹുവിൻ്റെ അറിവോടും അള്ളാഹിന്റെ തീരുമാനപ്രകാരവും അല്ലാതെ ഇവിടെ സംഭവിക്കുന്നില്ല എന്ന വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായിട്ട് ആർക്കുണ്ടെങ്കിലും അത് പല രീതിയിൽ കടന്നുകൂടാം. അതിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ അള്ളാഹ്ക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് വകവെച്ചു കൊടുക്കേണ്ടത് എന്നതിൽ കൃത്യത ഉണ്ടാവുക, അഥവാ തൗഹീദിൽ കൃത്യത ഉണ്ടാവുക എന്നത് സംഭവിച്ചാൽ ഷിർക്കിന്റെ ഏത് രൂപങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന്.